നമുക്കിങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് ജസ്റ്റ് ബിക്കോസ് ദേ ഗോട്ട് മാരിഡ് വാട്ട് ഓൾ ദേ ഗോയിങ് ത്രൂ എന്നുള്ളത് നമ്മൾ അടുത്ത് കണ്ടാണ്ടല്ലോ നമുക്ക് ഒരിക്കലും കല്യാണം കഴിക്കാൻ തോന്നൂല സത്യമായിട്ടും. ആൻഡ് ഇത് അച്ഛനമ്മയ്ക്കും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ചെയ്യുന്നതും ഭയങ്കര മണ്ടത്തരല്ലേ. പിന്നീട് അവർക്ക് തന്നെ അതൊരു അവരെ വിഷമാവും. റിഗ്രറ്റ് ചെയ്യും. നമ്മള് എല്ലാ ദിവസവും പക്ഷെ ഇത് ന്യൂസിലൊക്കെ മനസ്സിലാവുന്ന പേരൻസ് വളരെ കുറവായിരിക്കും. Exactly. അതുണ്ട്. ബട്ട് ചില സമയത്ത് ഇത് സംസാരിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ പിള്ളേരും അച്ഛനമ്മമാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ വളരെ കുറവാണ്. അപ്പൊ എന്താണ് ഈ മോൾക്ക് ശരിക്കും വേണ്ടത് എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ ഐ നോ എ ഫ്രണ്ട് ഹു ഗോട്ട് മാരിഡ് ഓൺലി ബിക്കോസ് ഹെർ പേരൻസ് ആർ ഗോയിങ് ടു മേക്ക് എ മെസ് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് കാരണം ഞാൻ കല്യാണം കഴിച്ചേക്കാം, ഇനിയിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഷീ ഫൗണ്ട് എ പാർട്ട്ണർ ആൻഡ് ഷീ ഗോട്ട് മാരിഡ്. പക്ഷെ എനിക്കിങ്ങനെ അതുകൊണ്ടാണോ നീ ഒരു പാർട്ട്ണർ കണ്ടുപിടിച്ചേ എന്ന് തോന്നിയിട്ടുണ്ട്. ബൈ ഓർഗാനിക് അല്ലാത്ത കുറെ കാര്യങ്ങൾ നടന്നിട്ടുള്ള കൊറേ ഉണ്ട്. എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ ഐ ഫീൽ ലൈക്ക് ഓ ഷിറ്റ്, എന്തോരം കഥകളാ എനിക്ക് ഓർമ്മ വരണേന്നറിയോ.